ആടുജീവിതം മൂവിക്ക് ശേഷം ഇതുപോലുള്ള ആൾക്കാർ യു എയിൽ ഉണ്ടോ എന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഇന്ന് നമ്മൾ അവരെ കൂടെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ദുബായ് സീരീസ് എപ്പിസോഡ് 9. നമ്മൾ ഇത്രയും നാളെ യു എയുടെ നല്ലൊരു ഫേസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ രാവും പകലും തിരിച്ചറിയാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പട്ടിണി എഴുതും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് യു എയിലുണ്ട്. അവര് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എൻ്റെ ഉപ്പയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉപ്പാടെ സുഹൃത്തുക്കൾ വർഷങ്ങളായിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ അവരെ കൂടെ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മളെ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവർ നിൽക്കുന്ന സ്ഥലമൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമുക്ക് തോന്നിപ്പോവുക. ഇവർ ഈ ബുദ്ധിമുട്ടുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം പടച്ചോൻ കാണട്ടെ എന്നും അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ചിട്ട് അവര് കൂടെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞത്. ആടുജീവിതം മൂവി പോലെ ഒരിക്കലും അവരോട് പെട്ടു നിൽക്കുന്ന ആൾക്കാരല്ല. അവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവർ നിൽക്കുന്ന സ്ഥലം ഏകദേശം ആ മൂവി പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഉപ്പാടെ സുഹൃത്തായ സെമീർ കെയും അവർ സംഘടനയായ ഇസ്ലായി സെൻറ്റർ കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായി അവർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസും കാര്യം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.